അപ്പോൾ അയാളുടെ നീതിബോധം നമ്മൾ സമ്മതിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഏജൻറ്റ് വഴി കൈക്കൂലി കൊടുത്തിട്ടാണെങ്കിൽ ഇത് ഈസിയായി നടക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ കമൻറ്റിലൊക്കെ വന്നിട്ടുള്ള ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഇത്രയും ബുദ്ധിപരമായ വ്യായാമം ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നടത്തുന്ന നിങ്ങൾക്ക് ഒരു ദിവസം കൂടി അധികം ജീവിച്ചിരിക്കാൻ ആവശ്യമായിട്ടുള്ള ബുദ്ധി ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ ആത്മഹത്യ തിരഞ്ഞെടുത്തതിന് നമുക്ക് യോജിക്കാനേ കഴിയുന്ന ഒരു കാര്യമല്ല, ഏതെങ്കിലും നിലയ്ക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. പക്ഷേ അയാൾ ആ ഫേസ്ബുക്കിൽ എഴുതി വെച്ചിട്ടുള്ള അയാളുടെ നീതിബോധമുള്ള വാക്കുകൾ പ്രധാനമാണ്. അയാൾക്ക് ഇപ്പോൾ എന്ത് സംഭവിച്ചെന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അയാൾ പറയുന്ന കാര്യം, അയാൾ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്. ഉറപ്പായിട്ടും അയാൾ ഈ സർക്കാരിനാൽ വഞ്ചിക്കപ്പെട്ട മനുഷ്യനാണ്. അതായത് അയാൾ പറയുന്നു, കഴിഞ്ഞ 4 വർഷം എനിക്ക് ഇത് കിട്ടി, ഏതാണ് ഫിറ്റ്നസ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വെറുതെ ഈ റോഡിലേക്ക് ഇറങ്ങിയാൽ, മലബാറിലേക്ക് വെറുതെ ഇറങ്ങി നോക്കൂ, ഇവിടുത്തെ ഓട്ടോറിക്ഷകളിലെല്ലാം, ഏതാണ്ട് എല്ലാ ഓട്ടോറിക്ഷയിലും നമ്മൾ കയറി ഇറങ്ങുകയും ചെയ്തിട്ടുള്ള ഓട്ടോറിക്ഷയെല്ലാം ഈ സ്റ്റീൽ ബാറുകൾ എല്ലായിടത്തും ഉണ്ട്. എന്ന് മാത്രമല്ല, ഇപ്പം പല ഓട്ടോറിക്ഷയിലും അകത്ത് വണ്ടി ഓടിക്കുന്ന ആളും പുറകിലിരിക്കുന്ന പാസഞ്ചറും തമ്മിൽ വലിയ ഗ്രില്ലിട്ട് അടച്ചിരിക്കുന്നതാണ്. കാരണം അത് സെക്യൂരിറ്റി പ്രശ്നം കൂടി, രാത്രിയൊക്കെ ഓട്ടോ ഓടിക്കുമ്പോൾ പുറകിൽ നിന്ന് അറ്റാക്ക് ആയിരിക്കാനൊക്കെ. അപ്പോൾ അതിനെല്ലാം ഇവിടെ പെർമിഷൻ കിട്ടുന്നുണ്ട്. സിമ്പിളാണ് പരിപാടി. ഏജൻറ്റ് വഴി നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുക. അതിപ്പോൾ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാനായാലും കൊള്ളാം, ഫിറ്റ്നസ് കിട്ടാനായാലും കൊള്ളാം. ഇതിനെല്ലാം ഈ മേഖലയിൽ ഏജൻറ്റുമാരുണ്ട്. ഈ രാജ്യത്തെ ഒരു പരമപ്രധാനമായ എല്ലാവർക്കും അറിയാവുന്ന സത്യം, പരമമായ സത്യമാണ്, RTO ഓഫീസിൽ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നുണ്ട്. എല്ലാ RTOമാരും കുഴപ്പക്കാരാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ സാമ്പത്തിക ഇടപാടുകളുണ്ട്, അതെല്ലാം ഏജൻറ്റുമാരുണ്ട്. ആ ഏജൻറ്റുമാർ അത് ജീവിത വൃത്തിയാക്കിയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പർ വേണോ, നിങ്ങൾക്ക് ഫിറ്റ്നസ് വേണോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഏരിയ മീറ്റ് ചെയ്യാത്തതുണ്ടെങ്കിൽ അതുകൂടി കണ്ണടച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പേപ്പർ ഓപ്പർ കിട്ടണോ, ഇതിനെല്ലാം ഉണ്ട്. അത് പല ഡിപ്പാർട്ട്മെൻറ്റുകളിലുണ്ട്, ഇവിടെയും ഉള്ളതാണ്. അപ്പോൾ അഴിമതിക്കെതിരെ ഞങ്ങൾ കുരിശുയുദ്ധം നടത്താൻ പോവുകയാണെന്നൊക്കെ രമേശ് ചെന്നിത്തല പ്രഖ്യാപിക്കുന്നത് കാണുന്നുണ്ട്. ടോവിനോ എന്ന് പറഞ്ഞ നമ്മുടെ ആക്ടർ, നിവിൻ പോളിയെ കൊണ്ട് അദ്ദേഹം വിസിലടിപ്പിക്കുകയൊക്കെ ചെയ്തല്ലോ വിജിലൻസിൻ്റെ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട്. ഇത് അദ്ദേഹത്തിന് മുമ്പിൽ കിട്ടിയിരുന്ന ഒരു തുറന്ന സംഗതിയാണ്. അതിനകത്ത് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ള ചോദ്യമുണ്ട്. ഇത്ര എളുപ്പമുള്ള കാര്യമൊന്നും ആയിരിക്കില്ല. ഇതൊരു വലിയ ശൃംഖലയാണ്, ഉദ്യോഗസ്ഥരുടെ വലിയ ലോബിയാണ്. ആ ലോബിക്കെതിരെ അഴിമതി, ഇപ്പോൾ ഡെയിലി ഇത്ര രൂപ കൈക്കൂലി വാങ്ങിക്കുന്ന ഒരു RTO ഓഫീസിനെ മാത്രമായിട്ട് പൂട്ടാൻ പറ്റുമോ? ആ സംവിധാനത്തെ, ആ ചങ്ങലയാകമാനം മുറിക്കണം. ഞാൻ വിചാരിക്കുന്നില്ല എളുപ്പമുള്ള കാര്യമാണെന്ന്. അത് മൊത്തം അങ്ങോട്ട് മാറ്റാൻ നിങ്ങൾ ഇറങ്ങി വന്നാൽ, ചുമ്മാ ഒന്ന് നോക്ക്, KSRTCയെ നന്നാക്കാനുള്ള പരിശ്രമങ്ങൾ എവിടെയെല്ലാം പാളും നമ്മൾ കണ്ടു. അതിൻ്റെ പ്രധാനപ്പെട്ട തടസ്സങ്ങൾ, എല്ലാ നന്നാക്കാനുള്ള ശ്രമങ്ങളും ഗംഭീരമായിരുന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ നടത്താനുള്ള ശ്രമങ്ങൾ പലതിനെയും ഈ സ്ഥാപനം മുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുമ്പോൾ തന്നെ ആ സ്ഥാപനത്തിനകത്തുള്ള ആളുകളിൽ ചില ആൾക്കാർ തന്നെ എതിർക്കുന്ന നമ്മൾ കണ്ടുണ്ട്. സോ ഇത് എത്ര കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ദുഷിച്ച വൃത്തമാണ് ഈ സാമ്പത്തിക ഇടപാട് എന്ന് പറയുന്നത്. സർക്കാരിൻ്റെ ശമ്പളം വാങ്ങിക്കുകയും കൂടാതെ വേറെ റവന്യൂ ഉണ്ടാക്കാൻ, ഇൻകം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വലിയ ശൃംഖല, ഒരു നെറ്റ്വർക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നെറ്റ്വർക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു സ്ഥലത്തായിട്ട് മാത്രമായിട്ട് മുറിക്കാൻ വേണ്ടി കഴിയില്ല. അതിന് നിങ്ങൾ ശരിക്കും ഇറങ്ങിത്തിരിക്കേണ്ടി വരും. ചെറിയ പരിപാടികൾ അല്ലെങ്കിൽ ചെറിയ തരത്തിലുള്ള ഈ പറഞ്ഞ കൺകെട്ട് വിദ്യകൾ കൊണ്ടും അവസാനിപ്പിക്കാൻ കഴിയുന്നതല്ല മോട്ടോർ വാഹന വകുപ്പിലെ അഴിമതി. അതിന് തീരുമാനിച്ചിറങ്ങേണ്ടി വരും. അങ്ങനെ തീരുമാനിച്ചിറങ്ങാൻ സർക്കാർ തയ്യാറാകുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. അങ്ങനെ ഇറങ്ങിയാൽ അതിന് കൈയടിക്കാം. ഇപ്പോൾ തൂഫാൻ എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടില്ലേ, തൂഫാൻ പോലും ഇപ്പോഴും ശരിയായിട്ടുള്ള അതിൻ്റെ വരവ് കേന്ദ്രത്തിലേക്ക് എത്തിയിട്ടുള്ളത് വിചാരിക്കുന്ന ആളാണ് ഞാൻ. കുറേ ഇത് കൊണ്ടു നടക്കുന്ന ആൾക്കാരെയൊക്കെ പിടിക്കുന്നുള്ളൂ. ഇപ്പോഴും അതിൻ്റെ സുലഭമാണ് ഈ കേരളത്തിൽ. അപ്പോൾ ഒരു സർക്കാർ ഒരു വലിയ പ്രോജക്റ്റ് പ്രഖ്യാപിച്ചിറങ്ങുമ്പോൾ അതിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ ചെല്ലാൻ പറ്റണം, വേരിലേക്ക്. അവിടെ ഒന്നും പോയിട്ടില്ല. അതുപോലെ മോട്ടോർ വാഹന വകുപ്പിൽ നടക്കുന്ന ഈ അന്യായങ്ങളുടെ വേര് മുറിക്കാൻ പറ്റുമോ? അല്ല ഈ കേസിൽ മാത്രം ഇപ്പോൾ അനുപമയെ വെച്ച് അന്വേഷിപ്പിച്ച് അതിൻ്റെ ഉത്തരവാദിയായിട്ടുള്ള ഉദ്യോഗസ്ഥനെ പിടിച്ച് ശിക്ഷിച്ചാൽ ഈ പ്രശ്നം തീരില്ല. ഇതേ പ്രശ്നം അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യർ കേരളത്തിലുണ്ട്. അത് പരിഹരിക്കാൻ കഴിയുമോ? ചുമ്മാ സിംപിളി നമ്മൾ MBDക്കെതിരായിട്ടുള്ള എല്ലാ വാർത്തയിലും താഴെ ഉള്ള ഇൻസ്റ്റഗ്രാം കമൻറ്റ് എടുത്ത് വായിച്ചു നോക്കും. ഫേസ്ബുക്കിൽ വരുന്ന കമൻറ്റ്, ഫേസ്ബുക്ക് എനിക്ക് അത്ര ഉറപ്പില്ല, ഞാൻ വായിക്കില്ല. ഇൻസ്റ്റഗ്രാം കമൻറ്റ് വായിച്ചു നോക്ക്, അതിലുള്ള വരുന്ന മുഴുവൻ കമൻറ്റും MBDക്കെതിരാണ്. MBDക്ക് എന്ന പരിപാടിയെ വേണ്ട എന്ന അഭിപ്രായമുള്ള ആൾക്കാരെ പോലും കാണാം. ഈ പരിപാടി വേണ്ട എന്ന് വിചാരിക്കും പറയുന്ന ആൾക്കാരുണ്ട്. അതെങ്ങനെ ഉണ്ടായതാണ്? എങ്ങനെയാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഇത്രയും പോപ്പുലറായത്? അതിന് പല കാരണങ്ങളുണ്ട്. പക്ഷെ അതിൽ ജെനുവിൻ റീസൺ കൂടി ഉണ്ട് എന്ന് കാണാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. അല്ലാതെ ഇങ്ങനെ PR കൊണ്ട് മാത്രം ഗവൺമെൻറ്റിനും എത്ര പോകാൻ കഴിയുമെന്ന് ഗവൺമെൻറ് ആലോചിക്കണം.